കളത്തിലിറങ്ങി കളിക്കാൻ പോവുകയാണ് ഇ ഡി ഇപ്പോൾ. ഇനി പിണറായി വിജയനും വീണയ്ക്കും ഇനി ഒരു രക്ഷയുമില്ല. ഇനി നാട് വിടാൻ ഒരുങ്ങിയാലോ വിമാനത്താവളത്തിൽ വെച്ച് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച് വീണയുടെ കയ്യിൽ പൊതുജനസമക്ഷം വീണയുടെ കയ്യിൽ വിലങ്ങിടാനും ഇ ഡി മടിക്കില്ല. കാരണം കട്ടക്കലിപ്പിലാണ് ഇ ഡി. പഴുതടച്ച ഒരു പ്രശ്നവും വരാതെ പഴുതടച്ചുകൊണ്ടുള്ള അന്വേഷണം നടത്താൻ ഡൽഹിയിൽ നിന്നും ഇ ഡിയുടെ ഡയറക്ടർ രാവിലെ എത്തി കൊച്ചിയിലെ ഇ ഡി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. CPM-ലെ എല്ലാ നേതാക്കളും ഇപ്പോൾ ജയിലിലാണ്. അതുകൊണ്ട് തന്നെ വീണയെ രക്ഷിക്കാനോ പിണറായിയെ തടയാനോ ആരും ഒരു CPM പ്രവർത്തകനോ വരില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ CMRL എസ്ലാലോജിക്കൽ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ തടസ്സങ്ങളെല്ലാം നീങ്ങിയതോടെ വലവിരിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും അന്വേഷണവുമായി മുന്നോട്ടു പോകാൻ അനുമതി നൽകിയതോടെ അന്വേഷണം ശക്തമാക്കാനാണ് ഇ ഡി ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. തുടർ നടപടികൾ ആസൂത്രണം ചെയ്യുന്നതിനായി ഡൽഹിയിൽ നിന്ന് ഡയറക്ടർ രാഹുൽ നവീൻ ഉൾപ്പെടെയുള്ള ഇ ഡി ഉന്നത ഉദ്യോഗസ്ഥർ കൊച്ചിയിൽ അടിയന്തര യോഗം ഇന്ന് ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരിക്കുകയാണ്. കേസിലെ നിർണായക വ്യക്തികളെ ചോദ്യം ചെയ്യുന്നതിനും കൂടുതൽ ഡിജിറ്റൽ സാമ്പത്തിക തെളിവുകൾ ശേഖരിക്കുന്നതിനും അന്വേഷണ സംഘങ്ങൾക്ക് യോഗം നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഇതിനപ്പുറം കൂടുതൽ അന്വേഷണ ഏജൻസികളുടെ വരവ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായേക്കാം എന്നാണ് ലഭിക്കുന്ന വിവരം. CMRL-ഉം വീണയും മാത്രമായിരിക്കില്ല അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ബംഗാളിലെ സന്ദേശ് വാലിയിൽ ഇ ഡി ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആക്രമണത്തോടെയാണ് തിരുവനന്തപുരത്തും ഉണ്ടായ ആക്രമണത്തെയും മുതിർന്ന ഇ ഡി ഉദ്യോഗസ്ഥർ താരതമ്യം ചെയ്യുന്നത്. റേഷൻ അഴിമതി കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് 2024 ജനുവരിയിലെത്തിയ ഇ ഡി സംഘത്തെ തൃണമൂൽ കോൺഗ്രസ് നേതാവായ ഷാജഹാൻ ഷേഖിന്റെ അനുയായികൾ ആക്രമിച്ചിരുന്നു. പിന്നെ കണ്ടത് ഒന്നിനു പിന്നാലെ ഒന്നായി കേന്ദ്ര ഏജൻസികൾ ബംഗാളിലേക്ക് എത്തിയതാണ്. ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിനും ഭൂമി കയ്യേറ്റം, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തുടങ്ങിയവയ്ക്കെതിരെ CBI അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടു. അതേസമയം CMRL എസ്ലാലോജിക്കൽ കേസിൽ കൂടുതൽ കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലിന് പരിമിതികൾ ഉണ്ടെന്ന് വാദിക്കുന്നവരുമുണ്ട്. കാരണം സന്ദേശ് വാലിയിലേത് പൊതു റേഷൻ വിതരണത്തിലെ അഴിമതിയും അതുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കലുമാണ്. എന്നാൽ വീണയുടെ കാര്യത്തിൽ സ്വകാര്യ കമ്പനിയിൽ നിന്ന് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് മാസപ്പടി വാങ്ങിയെന്ന ആരോപണമാണ്. ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് വീണയുടെ പേരിൽ ആരോപണങ്ങൾ ഒന്നുമില്ല. SFIO, ED എന്നിവയാണ് വീണയ്ക്കെതിരെയുള്ള കേസ് അന്വേഷിക്കുന്നത്. ഇ ഡി അന്വേഷണ പരിധിയിൽ സന്ദേശ് വാലിയിലേതുപോലെ ഭൂമി കയ്യേറ്റം, ഗുണ്ടാപ്പിരിവ്, സ്ത്രീ പീഡനം, ആയുധങ്ങൾ സൂക്ഷിക്കൽ പോലെയുള്ള കുറ്റകൃത്യങ്ങളില്ല. മറിച്ച് കമ്പനി നിയമങ്ങളുടെ ലംഘനവും നികുതി വെട്ടിപ്പും കള്ളപ്പണം വെളുപ്പിക്കലും മാത്രമേ ഉള്ളൂ. ഇതൊക്കെ കൊണ്ടുതന്നെ അന്വേഷണത്തിന്റെ വ്യാപ്തി വികസിക്കുക അത്ര എളുപ്പമല്ല എന്ന വാദങ്ങളുമുണ്ട്. വീണയ്ക്കും CMRL കമ്പനിയുമായി ബന്ധപ്പെട്ട് പ്രതിപട്ടികയിലുള്ളവർക്കും ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ വൈകാതെ സമൻസ് അയക്കാനാണ് ഇ ഡിയുടെ തീരുമാനം. ഹർജിക്കാർ വൈകാതെ സുപ്രീം കോടതിയെ സമീപിക്കാനും സാധ്യതയുണ്ട്. സുപ്രീം കോടതിയെ സമീപിക്കാൻ 2 ആഴ്ച സമയം അനുവദിക്കണമെന്ന് ഹർജിക്കാർ ഇന്ന് ആവശ്യപ്പെട്ടെങ്കിലും കോടതി അത് തള്ളുകയായിരുന്നു. ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസ് CBIക്ക് വിടണമെന്ന് ആവശ്യപ്പെട്ട് ഒരു സ്വകാര്യ വ്യക്തി നൽകിയ ഹർജി ഹൈക്കോടതി കഴിഞ്ഞ ദിവസമാണ് ഇ ഡി ഉൾപ്പെടെയുള്ളവരുടെ അഭിപ്രായം തേടി നോട്ടീസ് അയച്ചത്. അതിൽ ഇ ഡി CBIയുടെ അന്വേഷണം വേണമെന്ന് കർശനമായി തന്നെ പറയുമെന്നാണ് ഇന്നത്തെ യോഗത്തിൽ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ തിരുവനന്തപുരത്തേക്ക് CBIയുടെ ഉദ്യോഗസ്ഥരെത്തും. കൂടാതെ CMRL കമ്പനിയുമായി ബന്ധപ്പെട്ട് ഉന്നത ഉദ്യോഗസ്ഥരെയും അതോടൊപ്പം തന്നെ വീണയെയും വരും ദിവസങ്ങളിൽ ഇ ഡി സമൻസ് നൽകി കൊച്ചിയിലെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും. അതിനുശേഷം ഓരോരുത്തരുടെയും പശ്ചാത്തലം അന്വേഷിക്കുമ്പോൾ ഇവർ ഏതെങ്കിലും തരത്തിൽ ഈ പണം രാജ്യവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും തരത്തിൽ ഹവാല ഇടപാട് അല്ലെങ്കിൽ രാജ്യത്തിന് ദോഷകരമാകുന്ന, രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ദോഷകരമാകുന്ന അല്ലെങ്കിൽ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ദോഷകരമാകുന്ന തരത്തിൽ അല്ലെങ്കിൽ ഭീഷണി ഉണ്ടാകുന്ന തരത്തിൽ എന്തെങ്കിലും തരത്തിൽ ഈ CMRL ഉന്നത ഉദ്യോഗസ്ഥർ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അഥവാ ദേശീയ അന്വേഷണ ഏജൻസിയും കൂടെ കൊച്ചിയിലേക്കും തിരുവനന്തപുരത്തേക്കും ഈ കേസ് ഏറ്റെടുക്കാനായിട്ട് എത്തും എന്നതിൽ യാതൊരു സംശയവും ഉണ്ടാകില്ല.